ഉസ്താദ് നിന്ന് പാത്തിയ നാട്ടുകാരൊക്കെ പാടെ നടന്നു പാത്തും എന്ന് പറഞ്ഞ പോലെ നബിദിനാഘോഷത്തിന് എല്ലാ തെളിവുണ്ട്. രണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമാണ്. പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്ന പോലെ പുതിയ ഡ്രസ്സ് കൊടുത്ത് മൗലിദ് ആഘോഷിക്കണം എന്ന് നാട് നീളെ പറഞ്ഞു നടന്ന മുസ്ലിയാക്കന്മാർ ഇപ്പോ മൗലിദ് ആഘോഷം കഴിഞ്ഞപ്പോൾ ചില ആളുകൾ വന്ന് മൂങ്ങാണ്. അതൊന്ന് കേട്ടു നോക്കൂ. റബിയന്റെ ബഹുമാനത്തെ കളങ്കപ്പെടുത്തുന്ന, അതിന്റെ മധുരത്തെ ഇല്ലാതെയാക്കുന്ന പല പ്രവണതകളും പല നാടുകളിലും കണ്ടുവരുന്നുണ്ട്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കൊണ്ട് ദഫ് കളിപ്പിക്കുക, ഡാൻസുകൾ ചെയ്യിപ്പിക്കുക, പാട്ടുകൾ പാടിപ്പിക്കുക, റാലി എന്ന പേരിൽ DJ പരിപാടികൾ നടത്തുന്നുണ്ട്. മോങ്ങൽ നിങ്ങൾ കേട്ടല്ലോ. ഇപ്പൊ ഇവരുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ല. ആളുകൾ മുഴുവനും ഉമ്മത്ത് മുഴുവനും തെരുവിലാണ്. പ്രവാചകന്റെ സുന്നത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ആളുകളെ മുഴുവനും ബുദ്ധിമുട്ടിപ്പിച്ച് വസ്ത്രധാരണത്തിലോ പെരുമാറ്റത്തിലോ ഇടപാടിലോ ഒന്നും ഒരു സുന്നത്തും ഇല്ലാതെ ആളുകൾ മുഴുവനും തെരുവിലാണ്. എന്നിട്ട് മുസ്ലിയാക്കന്മാർ ഇവിടെ വന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം? മാത്രമല്ല, ഇങ്ങനെ തുള്ളാൻ ഇത് പുതിയ രൂപത്തിൽ, അഥവാ മൈക്കിൾ ജാക്സൺ പാട്ട് പാടുന്ന പോലെ മൗലൂദ് ചെല്ലണം എന്നാണ് ചില മൗലിയമാർ പറഞ്ഞത്. അതും കേട്ടു നോക്കൂ. മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക, അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ഈ കൊല്ലി ചെയ്തില്ല. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന്റെ ത്വാരാൽ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്ത് മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമമാണ്. ആധുനിക ശൈലിയിൽ മൈക്കിൾ ജാക്സൺ ശൈലിയിൽ ചെല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട്, ഇതന്നെയാണ് നമ്മളെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളി. ഈ കോലത്തിലുള്ള മുസ്ലിയാക്കന്മാരാണ് ഈ സമുദായത്തിന്റെ ശാപം. പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി ചെലവഴിക്കപ്പെടേണ്ട യുവത്വം ഈ രൂപത്തിൽ മൈക്കിൾ ജാക്സൺ സ്റ്റൈൽ മൗലൂദിന് വേണ്ടി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം മുസ്ലിയാക്കന്മാർ നമ്മൾ കരുതിയിരിക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാർക്ക് ഇതിന്റെ പേരിൽ മോങ്ങാൻ അർഹതല്ല. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ഈ ഉമ്മത്തിനെ ഈ രൂപത്തിൽ ആക്കിയതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ.